2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പഴയ പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം. നമ്മളന്ന് ടോറസിൽ പോയിട്ടായിരുന്നു കുമരകം തിരുവാരെ പോലെ ഞാൻ ആളെ കൊണ്ടുവന്നു. അപ്പോൾ അത്തരൊരു സ്ഥിതിയിലേക്ക് വന്നതിൻ്റെ കാരണം അന്നും വന്ന വെള്ളം കെട്ടിക്കിടന്ന് ഈ തണ്ണിമുറുക്കം ബെഡിൻ്റെ ഭാഗത്തും കരിയർ സ്പില്ലയുടെ ഭാഗത്തുമൊക്കെ ഓളയും പുല്ലും എല്ലാം വന്ന് അടിഞ്ഞിട്ട് വെള്ളമൊഴുക്കില്ലാതെ വന്നു. അപ്പോൾ കായലിലേക്ക് വെള്ളം പോയി അത് കടൽ അബ്സോർവ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ അധികൃതരാണ്. ഭരണ സംവിധാനത്തിൻ്റെ ഒരു കോർഡിനേഷനിലൂടെ അതിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ, കോട്ടയം ജില്ലാ കളക്ടർ, അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കൂട്ടർ, റവന്യൂക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കൂടി ചേർന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നാൽ കൂടാതെ നിൽക്കേണ്ട ഓൺലൈനാണെങ്കിൽ പോലും മെസ്സേജ് കൊടുത്തിട്ട് അപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളിലെ പോരായ്മകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ 6-7 പഞ്ചായത്തുകൾ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയും ഇപ്പോഴും ആംബുലൻസ് കിട്ടാതെ രോഗികൾ മരിക്കാനിട വരുന്ന സാഹചര്യവും സംജാതമായത് എന്ന ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. അതെല്ലാവരും നിങ്ങൾ തന്നെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്കും പെട്ടയ്ക്കും ചില പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഈ പല വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അതറിയാം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന മുഴുവൻ സ്ഥലത്ത് ഓടിയെത്തിയിരുന്നത്. ഈ ജില്ലയിലെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എല്ലാ താലൂക്കുകളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലും ഞാനും പാർട്ടി സെക്രട്ടറി രഘുനാഥനും ഞങ്ങളെല്ലാം ചേർന്നിട്ട് ഉള്ള സ്ക്വാഡുകൾ ഞങ്ങൾ പോയിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ ഓരോന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ കണക്കുകൾ പറയുക. അപ്പോൾ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5668 കുടുംബം ഇപ്പം താമസം. 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5668 കുടുംബവും 12,803 ആളുകളുമാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്. ഇതാണ് ജില്ലയിലെ കൃത്യമായ കണക്ക് ഞങ്ങൾ ക്യാമ്പുകളിൽ പോയി എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിൽ പുരുഷന്മാർ 5243 ഉണ്ട്, സ്ത്രീകൾ 5713 ഉണ്ട്, കുട്ടികൾ 1746 ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത് കോട്ടയം താലൂക്കിലാണ്. 89 ക്യാമ്പുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാമ്പ് കോട്ടയത്ത് ഈ പടിഞ്ഞാറൻ മേഖല ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ 6782 പേരുണ്ട് താനും. പിന്നെ കൃഷിനാശം എടുത്തു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ വിവിധ പാടശേഖരങ്ങളിൽ ഞങ്ങൾ പോയി. പാറപ്പുകര ചെല്ലുമ്പോൾ അവർ വിത കഴിഞ്ഞിട്ടുള്ള പാടശേഖരമായിരുന്നു. അവിടുത്തെ ആറിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നതിനും ഒരു ചെറിയ രൂപത്തിലുള്ള ബണ്ട് നിർമ്മിച്ചാൽ കൃഷി രക്ഷപ്പെടുമായിരുന്നു. മണൽച്ചാക്ക് നിറച്ചാണ് അവിടുത്തെ കൃഷിക്കാർ മഴ നനഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അവർ വലിയ കഷ്ടപ്പെട്ട് മണൽച്ചാക്ക് നിറച്ച് 3.5 കിലോമീറ്ററാണ് അവർ തടവ് ഉണ്ടാക്കിയെടുത്തത്, തലയണ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് കുറേ കൃഷി അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാലും കൃഷി നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1086.26 ഹെക്ടർ സ്ഥലത്തെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു 19.96 കോടി രൂപയുടെ നഷ്ടമായിട്ട് കണക്കാക്കാം എന്നാണ് കൃഷിക്കാരുമായി സംസാരിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്. അയ്മനത്തെ പുത്തൻകരി പാടശേഖരമാണ് 260 ഏക്കറിലെ 22 ദിവസം പ്രായമായ ആ നെൽകൃഷിയാണ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണക്ക് രേഖയാക്കി തരാം. ഇതുകൂടാതെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെ കൃഷിക്കാർക്കുണ്ടായ നാശനഷ്ടങ്ങളുണ്ട്. റബ്ബർ മരങ്ങൾ പോയത്, കുറുമ്പ് കൃഷികൾ പോയത്, മറ്റ് പല രൂപത്തിലുള്ള കൃഷികൾ നാശനഷ്ടമായി വന്നിട്ടുള്ളതെല്ലാം ചേർത്താൽ അവർക്ക് 23.33 ഹെക്ടറിലെ കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വലിയ രൂപത്തിലുള്ള കൃഷിനാശവും സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക.